നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള അവകാശവും അധികാരവും ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. പക്ഷേ അത് മറ്റൊരു വ്യക്തിയുടെയും മതത്തെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാകരുത്. കേരളത്തിലെ മതേതരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ മികച്ച നടനായ മോഹൻലാൽ തന്റെ സഹനടനായ മമ്മൂട്ടിക്ക് വേണ്ടി മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ വഴിപാട് നടത്തിയത്. അതിനെയാകട്ടെ കേരളക്കര മുഴുവൻ ഏറ്റെടുക്കുകയും വാഴ്ത്തിപ്പാടുകയും ചെയ്തു. അതിൽ യാതൊരുവിധ അഭംഗിയും എനിക്ക് തോന്നിയിട്ടില്ല. അതിന് മോഹൻലാലിനെയോ മമ്മൂട്ടിയോ കുറ്റം പറയാനും പറ്റില്ല. ഒരു സഹപ്രവർത്തകന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടി വഴിപാട് നടത്തുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഇത് പിന്നെയും ആവർത്തിക്കാൻ കാരണം മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അബ്ദുള്ള പറയുന്നത് അങ്ങേയറ്റം ഭിന്നതയായതുകൊണ്ടാണ്. കേരളത്തിലെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് എല്ലാവരും മോഹൻലാലിന്റെ വഴിപാടിനെ കണ്ടത്. അതിനെ പോലും ഇങ്ങനെ വർഗീയമായി ചിത്രീകരിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഇന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ പറയുന്ന അബ്ദുള്ളയാണെങ്കിലോ ചാനൽ ചർച്ചകളിലടക്കം വർഗീയത പറയുന്ന, ഭിന്നത പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ നിന്ന് അബ്ദുള്ള എന്ന ഇസ്ലാമിസ്റ്റ് പണം പറ്റിയിരിക്കുന്നത് അവിടെ പഠിപ്പിക്കാനാണോ അതോ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കാനാണോ എന്ന് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ഏജൻസികൾ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഹമാസ് അടക്കമുള്ള ഏത് ഇസ്ലാമിക തീവ്രവാദികൾക്കും മതപിന്തുണയും സെന്റിമെന്റ്സും നിരന്തരം വാരി വിതറുന്ന ഒരാളാണ് ഈ അബ്ദുള്ള. മുഖ്യധാരാ പത്രമായ മാധ്യമത്തിന്റെ ആദ്യകാല ലേഖകനും ഫൗണ്ടർമാരിൽ ഒരാളുമായ അബ്ദുള്ള ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങേയറ്റം വർഗീയത പറയുന്ന അബ്ദുള്ള പറയുന്നതാണോ യഥാർത്ഥ ഇസ്ലാം? നിങ്ങൾ പറയുന്ന സമാധാന ഇസ്ലാം ഇതാണോ? ഇങ്ങനെ ഭിന്നത പറയുന്നവരെ തലതൊട്ടപ്പന്മാരായി വെക്കുന്നതാണോ ഇസ്ലാമിന്റെ രീതി? നിങ്ങളുടെ ഈ പ്രസ്താവനകൾ കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് ഏൽപ്പിക്കുന്ന പരിക്ക് എത്രയാണെന്ന് വല്ല ബോധവുമുണ്ടോ? കേരളം താലിബാൻ വസന്തമാകാൻ കോൾമേൽ കൊള്ളുന്ന ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലേക്ക് പോകുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് ഇന്ന് കേരളം. സ്വന്തം സഹപ്രവർത്തകന് വേണ്ടി ഒരു വഴിപാട് നടത്തിയതിന്റെ പേരിൽ ഇമാതിരി വെളിവില്ലായ്മ വിളിച്ചു പറയുകയാണെങ്കിൽ നാളെ താലിബാൻ ശിക്ഷാരീതിയും നടപ്പിലാക്കാൻ ഇത്തരക്കാർക്ക് ഒരു മടിയും ഉണ്ടാകില്ല. എന്തായാലും ഈ യാത്ര ഒരു അപകടം പിടിച്ച യാത്ര തന്നെയാണ്. മതത്തിന്റെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് കടന്നുകൂടി ഇങ്ങനെ വർഗീയ വിഷം തുപ്പരുതെന്ന് മാത്രമേ ഈ വിഷയത്തിൽ അബ്ദുള്ളയോട് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.